നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ജില്ലയിൽ ടൗൺഷിപ്പ് ഫീൽഡ് സന്ദർശിക്കും. ഇടവേളയ്ക്ക് ശേഷം പിണറായി RSS പോരിന് വഴി തുറന്ന സനാതന പ്രസ്താവന. ശിവഗിരിയിലെ പരാമർശം സജീവ ചർച്ച. പുതിയ വിവാദം CPM RSS ധാരണ എന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ. ഇന്ന് മന്നം ജയന്തി. പെരുന്നയിലെ സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തുന്നത് ഏറെക്കാലത്തിന് ശേഷം. മുഖ്യപ്രഭാഷകനായി ഫ്രാൻസിസ് ജോർജ് MP എത്തുന്നതും രാഷ്ട്രീയ സൂചന. ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സത്യപ്രതിജ്ഞ ഇന്ന്. ചടങ്ങ് രാവിലെ 10:30 രാജ്ഭവനിൽ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കലാപ്രതിഭകളെ വരവേൽക്കാൻ തലസ്ഥാനം ഒരുങ്ങി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്നെത്തും. സജ്ജീകരണങ്ങൾ അവസാന ഘട്ടത്തിൽ. തൃശൂർ പാലയൂർ പള്ളിയിലെ കരോൾ തടസ്സപ്പെടുത്തലിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ. 15-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. പരാതി തൃശൂരിലെ BJP നേതാവ് ജസ്റ്റിൻ ജേക്കബിന്റെ പരാതി. മുനമ്പത്തെ വഖഫ് ഭൂമി വിവാദത്തിൽ ഫെബ്രുവരിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ. ഹിയറിംഗ് ഈ മാസം തുടങ്ങുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. രേഖകൾ വഖഫ് സംരക്ഷണ സമിതി കൈമാറി. ഇഷ്ടദാനമല്ലെന്ന നിലപാട് ആവർത്തിച്ച സമിതി. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് തട്ടിപ്പ് കയ്യോടെ പിടികൂടി TV ഇബ്രാഹിം MLA. പാർക്കിംഗ് സമയം തിരുത്തിയും സീറ്റുകളുടെ എണ്ണം തെറ്റായി കാണിച്ചും തട്ടിപ്പ്. വിശദമായ വാർത്തയിലേക്ക്. ശിവഗിരിയിലെ സനാതന പ്രസ്താവനയോടെ RSSുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം പോര് തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയും CPMുമായി രാഷ്ട്രീയ ധാരണ എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെയാണ് പ്രസ്താവനയെ ചൊല്ലി സംഘപരിവാർ പിണറായി പോര് ശക്തമാകുന്നത്. പുതിയ വിവാദത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് പ്രതിപക്ഷവും വിവാദത്തിൽ കക്ഷി ചേരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം CPMനെയും പ്രത്യേകിച്ച് പിണറായി വിജയനെ വളരെയധികം പ്രതിരോധത്തിലാക്കിയതാണ് BJPയുമായി രാഷ്ട്രീയ ധാരണ എന്ന ആരോപണം. മുസ്ലിം വോട്ട് ബാങ്കിനെ ഉപേക്ഷിച്ച് പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള CPM നീക്കമായി പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിച്ചു. എന്നാൽ ശിവഗിരി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ സനാതനധർമ്മ പ്രസ്താവന ഈ രാഷ്ട്രീയം മാറ്റിമറിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടിലൂടെ സനാതനധർമ്മത്തിലെ ബ്രാഹ്മണിക്കൽ രീതികളെയാണ് പിണറായി ചോദ്യം ചെയ്തത്. BJPയുടെ ദേശീയ നേതാക്കൾ പിണറായിക്കെതിരെ രംഗത്തെത്തിയതോടെ വിഷയം ദേശീയ മാധ്യമങ്ങളിലടക്കം മുഖ്യ ചർച്ചയായി. മുഖ്യമന്ത്രി നിലപാട് ആവർത്തിക്കുക കൂടി ചെയ്തതോടെ പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലായി വിഷയം മാറുകയാണ്. The chief minister is only criticizing the Sanatana Dharma. It does not. It goes soft on other and is specifically targeting the majority. അതല്ലേ ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞതാണ്. സനാതന ധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സംഘപരിവാർ പിണറായി ധാരണയെന്ന രാഷ്ട്രീയ കറ കഴുകിക്കളയാൻ പുതിയ വിവാദത്തെ CPM ആയുധമാക്കുന്നുവെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. RSSന് ആയുധം നൽകലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് സനാതനധർമ്മത്തെ. മുഖ്യമന്ത്രി ഉയർത്തിവിട്ട സനാതനധർമ്മ പ്രസ്താവന CPM വേദികളിലും കൂടുതൽ ചർച്ചയാവും. പാർട്ടി സമ്മേളന വേദികളിൽ മറ്റു നേതാക്കളും വിഷയം ഉന്നയിക്കുന്നതിലൂടെ സംഘപരിവാറുമായി നേർക്കുനേർ പോരാട്ടമെന്ന പഴയ മുഖം തിരികെ പിടിക്കലാവാം CPMന്റെ തന്ത്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചുമതലയേൽക്കും. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ
ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എന്തായാലും ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹം ഗവർണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും. എന്തായാലും വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയ ഗവർണർ ചുമതലയേൽക്കുകയാണ്. എപ്പോഴാണ് ചടങ്ങ് നടക്കുക? ആരൊക്കെയാണ് പങ്കെടുക്കുക? അശ്വതി, പുതിയ ഗവർണർക്ക് ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഊഷ്മളമായ സ്വീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ മുൻവിധിയൊന്നുമില്ലാതെ തന്നെയാണ് സർക്കാരിന്റെ സമീപനം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഗവർണറും സർക്കാരും തമ്മിലുണ്ടായിരുന്ന പോര് ഏതാണ്ട് 5 വർഷക്കാലം അത് സംഭവബഹുലമായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ ആണ് മുൻപോട്ട് പോയതെങ്കിൽ പിന്നീട് ഈ സർവകലാശാല വിസിമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ സംഭവിച്ച കാര്യമറിയാം. സുപ്രീം കോടതിയുടെ മുമ്പിൽ വരെ കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായി. രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് പരാതി പോകുന്ന സ്ഥിതിയുണ്ടായി. ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള പോരിനാണ് മുൻ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇടവെച്ചത്. അവിടെയാണ് അർലേക്കറുടെ പുതിയ നിയമനം, അതും വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഗോവയിലെ BJP പ്രവർത്തകനാണ് അദ്ദേഹം RSSുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പല പാർട്ടികളിൽ നിന്ന് സഞ്ചരിച്ച് എത്തി BJPയിൽ ചേർന്ന ആളല്ല. കാലം കൊണ്ട് തന്നെ ഒരു സംഘപ്രവർത്തകനായി അല്ലെങ്കിൽ ആ തരത്തിൽ BJPയുമായി പ്രവർത്തിച്ചു വന്ന മന്ത്രിയായിട്ടുള്ള, നേരത്തെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിന്റെ നടപടികൾ, ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക, ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴി തിരഞ്ഞെടുക്കുമോ, സർക്കാരുമായി ഒരു സമവായത്തിലോ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ചരിത്രമറിയുന്നവർ പറയുന്നത് പുതിയ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം വലിയ സംസാരത്തിന് നിൽക്കാതെ, കൂടുതൽ കാര്യങ്ങൾ പറയാതെ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അദ്ദേഹം ചെയ്തു പോകും. അത്ര കണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് നിശബ്ദമായി നടപ്പാക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന നിലയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശൈലിയിൽ പോലും ഒരുപക്ഷെ RSSന്റെ തീരുമാനങ്ങൾ, BJPയുടെ തീരുമാനങ്ങൾ അദ്ദേഹം CPM വിരുദ്ധ ലൈനിൽ സ്വീകരിച്ചാൽ അതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും, തർക്കത്തിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒന്നും മുൻവിധിയോടുകൂടി പറയാൻ കഴിയില്ല, നമുക്കും ആ തരത്തിൽ പറയാൻ കഴിയില്ല. ഇതെല്ലാം തന്നെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ മുൻ ഗവർണറുടെ പാതയിൽ പുതിയ ഗവർണറും സഞ്ചരിക്കുമെന്നുള്ള ചർച്ചകളൊക്കെയാണ്. പക്ഷേ ആ തരത്തിലായിക്കൊള്ളണമെന്നില്ല. അതിനു മുൻപും ഗവർണർമാരുണ്ടായിരുന്നു. BJP സർക്കാരിൻ്റെ തന്നെ നിലയിൽ വന്നിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ സർക്കാരുകളുമായി ഇടയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായി ഉയർന്നു കേൾക്കുന്നത് രവി അടക്കം, അതായത് തമിഴ്നാട്ടിലെ ഗവർണർ അടക്കമുള്ള ആളുകൾ BJP ഇതര സർക്കാരുകളുമായി തെറ്റുന്ന ഒരു സാഹചര്യം. അത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും BJP ഇതര സർക്കാരുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഗവർണർമാരുമായുള്ള പോര്, അത് പശ്ചിമ ബംഗാളിലടക്കം നേരത്തെ ഉയർന്നു വന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ആ തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ട്. പക്ഷേ മുൻവിധിയോടുകൂടി ഒന്നും കാണാൻ കഴിയില്ല. ഏതായിരുന്നാലും ഗവർണർ ഇന്ന് 10:30 മണിക്ക് ചുമതലയേൽക്കുകയാണ്. രാജ്ഭവനിലാണ്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിനോദ്, അദ്ദേഹം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരുമായി താൻ തർക്കത്തിനില്ല, സർക്കാരിനെ വഴികാട്ടാനുമല്ല താൻ വരുന്നത്, സഹായിക്കാനാണ് വരുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗമടക്കം നടത്തേണ്ട ഗവർണറും ആ തരത്തിൽ ഒരു തലവനായി സംസ്ഥാന സർക്കാർ കാണുന്ന വ്യക്തിയും സർക്കാരും തമ്മിലുള്ള ഒരു തർക്കമുണ്ടാകുന്നത് ആശാസ്യമായ കാര്യമല്ല. സ്വാഭാവികമായും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ അതൊക്കെ വാക്കുകൾ മാത്രമാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലവും കേരളത്തെ മനസ്സിൽ സൂക്ഷിക്കും, അത്ര കണ്ട് ആത്മബന്ധമുണ്ട്, കേരളത്തോട് സ്നേഹമാണ്, ഇവിടുത്തെ വ്യക്തികളോട് സ്നേഹമാണ്, ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കേരളവുമായി എല്ലാ കാലവും നിരന്തരമായ ബന്ധം പുലർത്തും. ആ തരത്തിൽ വളരെ ഊഷ്മളമായ വാക്കുകൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് എല്ലാ ആശംസകളും നേർന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. ജനക്ഷേമകരമായ കാര്യങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയട്ടെ. മാത്രമല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു വിവാദ വിഷയത്തെക്കുറിച്ച് അന്നത്തെ ഈ വിടവാങ്ങൽ പ്രതികരണത്തിൽ പോലും, വിമാനത്താവളത്തിന് മുന്നിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആ ഒരു പ്രതികരണത്തിൽ പോലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളൊന്നും നടത്തിയില്ല. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ
സർക്കാരുമായി വേണ്ടി വന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അതുവരെ നടന്ന തർക്കങ്ങളെക്കുറിച്ചൊന്നും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശവും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ നടന്ന സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്, ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധമുണ്ടായത്, SFIയുടെ പ്രതിഷേധമൊക്കെ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, CPI നേതാക്കളുടെ വാക്കുകൾ, ഇതെല്ലാം കണ്ടതാണ്. ഗവർണർക്ക് തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. കൊല്ലത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരു ചായക്കടയ്ക്ക് മുന്നിൽ കസേര ഇട്ട് ഇരുന്ന് മണിക്കൂറുകളോളം പ്രതിഷേധിച്ച സാഹചര്യമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് പാളയത്ത് വാഹനത്തിന് പുറത്തിറങ്ങി SFIക്കാരുമായി തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ വളരെ ഊഷ്മളമായ വാക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ വരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. സർക്കാരുമായി തർക്കമുണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ഇനി എന്താണ് സംഭവിക്കുന്നത് അതും കാത്തിരിക്കേണ്ട കാര്യമാണ്. ശരി വിനോദ്, എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി ഇന്ന് ചുമതലയേൽക്കുകയാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് നാളെ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ ആഘോഷമായി സ്വീകരിക്കും. നഗര അതിർത്തിയിലും സ്വീകരണം ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാകും ഘോഷയാത്രയും സ്വീകരണവും. പുത്തരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയ കലവറയിൽ പാലുകാച്ചൽ ചടങ്ങും ഇന്ന് നടക്കും. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. വരുന്ന ശനിയാഴ്ചയാണ് 63ാമത് സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിയുക. എന്തായാലും കലോത്സവ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 ടീമും സജീവമായി തന്നെ അവിടെയുണ്ടാകും. കലോത്സവ നഗരിയിലുണ്ടാകും. മറ്റു വാർത്തയിലേക്ക്. കരകുളം PA എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കോളേജ് ചെയർമാൻ EM താഹ തന്നെയാണോ മരിച്ചത് എന്നുറപ്പിക്കാൻ DNA പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി താഹയുടെ മകന്റെയും സഹോദരന്റെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത സ്മാർട്ട് ഫോൺ ഇന്ന് വിശദ പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘത്തിന് കൈമാറും. താഹയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെടുമങ്ങാട് CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. മന്നം ജയന്തി സമ്മേളനം ഇന്ന് NSS ആസ്ഥാനമായ പെരുന്നയിൽ നടക്കും. NSSന്റെ ആ വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ മറികടന്ന് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചത് ചർച്ചയായിരുന്നു. UDFൽ നിന്ന് തന്നെയുള്ള കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെ മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ചതും NSSന്റെ രാഷ്ട്രീയ സൂചനകളാണെന്ന് ചർച്ചകൾ ഉയർന്നിരുന്നു. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് മന്നം ജയന്തിയാണ്. രമേശ് ചെന്നിത്തല പെരുന്നയിലേക്ക് എത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് കാണേണ്ടത്? അതിന് പ്രസക്തിയുണ്ടല്ലോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ഏറെക്കാലത്തെ ഒരു അകൽച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പെരുന്നയിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, രമേശ് ചെന്നിത്തലയാണ് ഇന്ന് പെരുന്നയിലെ VIP എന്ന് തന്നെ പറയാം. കാരണം ഈ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തന്നെ രമേശ് ചെന്നിത്തലയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. NSS അങ്ങനെ ഓരോ മന്നം ജയന്തി സമ്മേളനത്തിനും പലതരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട്. നേരത്തെ ശശി തരൂരിനെ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതും വലിയ ചർച്ചയായിരുന്നു. എന്തായാലും ഇണക്കവും പിണക്കവും ഒക്കെ NSSുമായിട്ടുള്ളത് പല ഘട്ടത്തിലും പല നേതാക്കളുമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രമേശ് ചെന്നിത്തല NSSന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിന് വേണ്ടി NSS ആണ് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നത് എന്ന് തന്നെ പറയാം. താക്കോൽ സ്ഥാനത്ത് ഒരു നായർ വേണം എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന അന്ന് വലിയ രീതിയിൽ ചർച്ചയാകുകയും ഒടുവിൽ അതിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF നേതൃത്വം വഴങ്ങുകയും ചെയ്ത ചരിത്രമുണ്ട്. പക്ഷെ പിന്നീട് NSSുമായി രമേശ് ചെന്നിത്തലയുമായുള്ള അകലം വർദ്ധിച്ചു. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരാൻ തന്നെ കാരണം പ്രതിപക്ഷ നേതാവ് UDF നേതാക്കളെയാണ് ക്ഷണിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവരും സമുദായാംഗം തന്നെയാണ്. പക്ഷെ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പൊ VD സതീശനുമായി പലതരത്തിലുള്ള അകലങ്ങളും NSSനുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിനിടെയാണ് രമേശ് ചെന്നിത്തലയെ അല്പം ചേർത്ത് നിർത്തി സതീശനുമായിട്ടുള്ള ഒരു അകലം വ്യക്തമാക്കുന്നത് സുകുമാരൻ നായർ എന്നതുകൂടി ഈ വിഷയത്തിൽ ഉണ്ട്. എന്തായാലും ഒരു UDF അനുകൂല വേദിയായ ഫലത്തിൽ അത് മാറുന്നു. കാരണം കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനാണ് മുഖ്യ പ്രഭാഷണത്തിന് അദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ എല്ലാ വർഷവും മന്നം ജയന്തി സമ്മേളനത്തിൽ വരാറുണ്ട്, പുഷ്പാർച്ചന നടത്തി മടങ്ങാറുണ്ട്. അത്തരം നേതാക്കളൊക്കെ ഉണ്ടെങ്കിലും കെ മാണിയുമായൊക്കെ വലിയ അടുത്ത ബന്ധം NSSന് ഉണ്ടായിരുന്നെങ്കിലും ജോസ് കെ മാണിയെ പോലെയുള്ള നേതാക്കൾക്ക് അപ്പുറത്തേക്ക് UDFിലെ തന്നെ ഒരു ഘടകകക്ഷിയുടെ നേതാവിനെ കൊണ്ടുവരുന്നു എന്നുള്ളതും ഒരു രാഷ്ട്രീയ സന്ദേശമായി ഫലത്തിൽ മാറുന്നു. പ്രത്യേകിച്ച് കേന്ദ്രത്തിലൊക്കെ ഭരണം ഉള്ള സമയമാണ് BJPക്ക് അത്തരം അവിടെ നിന്ന് മന്ത്രിമാരെയോ അങ്ങനെ ആരെയും
ഒന്നും ക്ഷണിക്കാതെ, സുരേഷ് ഗോപിയെ പോലുള്ളവരെ ഒന്നും അടുപ്പിക്കാതെ ഇങ്ങനൊരു രാഷ്ട്രീയ സന്ദേശം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. NSSന്റെ ഒരു പരിധിവരെയുള്ള സമദൂരം എന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ ചായ്വ് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി മന്നം ജയന്തി സമ്മേളനത്തിൽ ജി സുകുമാരൻ നായർ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സനാതന ധർമ്മവുമായി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ചർച്ചയാണ്. ക്ഷേത്രങ്ങളിൽ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ പ്രസ്താവനകളും ഇതിൽ ഇന്നത്തെ സമ്മേളനത്തെ വളരെ പ്രധാനപ്പെട്ടതാക്കും. ശ്രീതി, രമേശ് ചെന്നിത്തലയുടെ മുന്നോട്ടുള്ള വരവ്, അദ്ദേഹം സജീവമാകുന്നു പല പരിപാടികളിലും എന്നുള്ളത് കൂടി ശ്രദ്ധേയമല്ലേ? കാരണം കുറെ കാലങ്ങളായി അദ്ദേഹം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാകാനൊക്കെ പറ്റുന്നയാളാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ ഇങ്ങനെ രമേശ് ചെന്നിത്തലയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം അത് നടക്കുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ടോ ഇതിനെ? തീർച്ചയായും രാഷ്ട്രീയത്തിൽ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടായി കാണാറുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് കൂടുതൽ ചർച്ചയാകുകയും NSS അങ്ങനെ ക്ഷണിക്കുന്നു. NSS മാത്രമല്ല, ഇങ്ങനെ പല പരിപാടികളിൽ, പ്രത്യേകിച്ച് SNDPയുടെ പരിപാടികളിൽ, അതല്ല ചില മുസ്ലിം സാമുദായിക സംഘടനകളുടെ പരിപാടികളിലൊക്കെ രമേശ് ചെന്നിത്തല അടുത്തിടെ ഉദ്ഘാടകനായി വരുന്നുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ സന്ദേശമായി മാറുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരിക്കണം. പക്ഷേ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എത്ര കാലം അതിന് ആയുസ് ഉണ്ടാകും എന്നുള്ളതും നമ്മൾ ചർച്ച കാണേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ശശി തരൂരിൻ കേരളത്തിലെ എല്ലാ ബിഷപ്പുമാരെയും ഒക്കെ കണ്ട് അതിന് പിന്നാലെ NSS ആസ്ഥാനത്തൊക്കെ സ്വീകരണം നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഫലത്തിൽ അന്ന് ചർച്ചയായിരുന്നത് ശശി തരൂർ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ചർച്ചയ്ക്ക് ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിലെ ഒരു പക്ഷം അത്തരം ഒരു നീക്കം ഇപ്പോഴും ആഗ്രഹിക്കുന്നവരുണ്ട്. അത്തരം നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരു നീക്കമായി നമുക്ക് ഒരുപക്ഷെ സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ അത് എത്ര കാലം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയം കൂടി വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യം ഉറപ്പാണ്, രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ പ്രത്യക്ഷത്തിൽ സജീവമാകുന്നു. അദ്ദേഹം സജീവമായിരുന്നു, പക്ഷെ ഒന്നുകൂടി പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ കൂടി സജീവമാകുന്നു എന്ന് വേണം ഈ സമ്മേളനങ്ങൾ, ഇത്തരം പരിപാടികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ശരി, ജി ശ്രീജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട പരിപാടിയുടെ സംഘാടകർ ഇന്ന് പോലീസിന് മുൻപാകെ ഹാജരാകും. മൃദംഗ വിഷൻ MD നിഘോഷ് കുമാർ, ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ ജനീഷ് എന്നിവരാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുക. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. അതേസമയം ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ പരിപാടിയുടെ സംഘാടകർ പോലീസിന് മുന്നിൽ ഹാജരാവുകയാണ്. എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി, ഏത് രീതിയിലാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. അത് ഒരു ആദ്യഘട്ടത്തിൽ പലപ്പോഴും തന്നെയും ഒരു ചെറിയ വകുപ്പുകൾ എല്ലാം തന്നെ ഉപയോഗിച്ചു. അതിന് വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നേരിട്ടു. അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തിരിയുന്നത്. അതിന് മൃദംഗ വിഷൻ്റെ തന്നെയും അതോടൊപ്പം തന്നെ ഓസ്കാർ ഇവൻസ്, ഇത് അവർ മുഖ്യ സംഘാടകർ ഇവരായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് നേരത്തെ വിളിപ്പിച്ചിരുന്നു. പക്ഷേ അവർ അതിനു പകരം ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജിയുമായി പോവുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി സ്വമേധയാ തന്നെ ഈ കേസ് പരിഗണിക്കുന്നൊരു ഘട്ടത്തിലേക്കെല്ലാം തന്നെ നീങ്ങിയിരുന്നു. അപ്പോൾ ഇവരെ കോടതിയിൽ ജാമ്യാപേക്ഷ പറഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞ് തങ്ങൾക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ നിലവിലെ ഒരു സാഹചര്യവും ഒരുപാട് പരാതികളിൽ സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് അങ്ങനെ ഈ മുൻകൂർ ജാമ്യ ഹർജി രാജിയാക്കുകയായിരുന്നു. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. കാരണം
കോടതി അത്തരമൊരു നിർദ്ദേശം വെച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക, അവർ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവിടെ നിന്ന് ജാമ്യം എടുക്കാവുന്ന സ്ഥിതിയാണെങ്കിൽ ആ രീതിയിൽ എന്ന് കോടതി നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായേ തീരൂ. രണ്ടുപേരും മൃദംഗാവിഷൻ്റെ CEO, മൃദംഗാവിഷൻ്റെ MD നികോഷ് കുമാറും അതോടൊപ്പം തന്നെ ഓസ്കാർ ഇവൻസിൻ്റെ ഭാരവാഹികളുടെ ഇവർക്ക് മുന്നിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തും. ഇതിൽ നേരത്തെ ഹാജരായ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. അതും ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. എന്തായാലും ഇവർക്കെതിരെ കുറഞ്ഞ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പണപ്പിരിവ് സംബന്ധിയായ കാര്യങ്ങളിൽ ദുരൂഹത നിലനിൽക്കുന്നു എന്ന പരാതിയുമായി രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. കാരണം ഇവർ പറഞ്ഞ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നതല്ല, അതിൽ കൂടുതൽ വലിയ രീതിയിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ഭൂരിഭാഗം രക്ഷിതാക്കളിലുമുണ്ട്. ഒരുപാട് പേർ ഇതിനെ ആ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ കൂടിയും ആ പരാതിയുമായി വന്നവരുടെ ഇത് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് മുൻപാകെ പലരെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് മൊഴി എടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പലരും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നൊരു തോന്നൽ തന്നെയാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരാതി സ്വീകരിച്ചുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരുന്നവർക്കെതിരെ സാമ്പത്തിക കുറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ദിവ്യ ചോദ്യം ചെയ്യും ഈ വിഷയത്തിൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നല്ലോ. അതിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലാണ്? അശ്വതി, ദിവ്യ ഉണ്ണിയെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പലർക്കും ആശംസകൾ അർപ്പിക്കുക, ഒപ്പം തന്നെയും അവിടെ സന്നിഹിതരായ പല താരങ്ങളുമുണ്ട്. അപ്പോൾ ഇവർക്ക് അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി വിമലാദിത്യ പറഞ്ഞത് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇവരെ ഏത് രീതിയിലാണ് ഈ കമ്പനിയുമായി അല്ലെങ്കിൽ ഈ ഇവൻറ്റുമായി മൃദംഗാവിഷൻ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയുമായി ഏത് രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ദിവ്യ ഉണ്ണിയാണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇവർക്കെല്ലാം ഇതിലൊരു എന്താണ് ഇവരൊരു ഭാഗവാഹിത്വം, ഏത് രീതിയിലാണ് ഇവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടമായി ഒരു അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്നത് പറഞ്ഞിട്ടുണ്ട്. അവർ എങ്ങനെയാണ്, പണം വാങ്ങിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഒരു ഷോയുടെ ഒരു ഷെയറിംഗ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിവരശേഖരണം നടത്തിയ ശേഷമായിരിക്കും അവരിലേക്ക് അന്വേഷണം എത്തുക എന്നതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ തന്നെയാണ് ഒരു സജീവമായിട്ടൊരു സാധ്യത നിലനിൽക്കുന്നത്. പല താരങ്ങളുമുണ്ട്. അപ്പോൾ അവർ ഏതെല്ലാം രീതിയിൽ ഇതിനോട് സംഘാടനവുമായി ബന്ധപ്പെട്ടവരുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതാണ് ഈ സംഘാടകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗഹൃദത്തിൻ്റെ പേരിലെത്തിയവരല്ല, അല്ലാതെ ഈ സംഘാടനത്തിൽ സ്ഥിരമായി അവരുമായി ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ഇതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സ്വാഭാവികമായും തന്നെ വിളിച്ചു വരുത്തേണ്ടതുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പലരെയും ഈ രീതിയിൽ പോലീസ് അവരിൽ ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യം. അതാണ് അന്വേഷണത്തിന്റെ വഴി. ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കൂടി പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കണം. ഇന്നലെ ശരീരം മുഴുവനായും അനക്കുന്നുണ്ടെന്നും ഹാപ്പി ന്യൂ ഇയർ, ചുണ്ടനക്കി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ശബ്ദം വെളിയിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ആ രീതിയിൽ നല്ല പുരോഗതി ഉണ്ട് എന്നാണ് ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ് ഡാൻ? അശ്വതി, ആശാവഹമായ പുരോഗതി എന്ന രീതിയിൽ തന്നെയാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത്. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യത്തെ മണിക്കൂറുകളിൽ വല്ലാത്തൊരു അനിശ്ചിതത്വവും കാര്യങ്ങളും എല്ലാം തന്നെ ഇത് സംബന്ധിയായി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അവർ ചികിത്സയിൽ ഉണ്ടാകുന്നത്, അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാകുന്നത് എന്നത് വളരെ സന്തോഷകരമായ കാര്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോഴും ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റർ സഹായത്തോടെ തുടരുന്നത് ശ്വാസോച്ഛ്വാസത്തിനുള്ള ഒരു രീതി. കാരണം അതിൽ ശ്വാസകോശത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരുക്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അണുബാധ ഏൽക്കാനുള്ള ഒരു സാധ്യത അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മെഡിക്കൽ സംഘം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം യാതൊരു രീതിയിൽ ഒരു റിസ്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൂടാ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ വളരെ സന്തോഷകരമായാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. അവർക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, കൈകാലുകൾ അനക്കാൻ സാധിക്കുന്നുണ്ട്, കണ്ണ് തുറക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞതുപോലെ ഒരു വിറയാർന്ന ശബ്ദത്തിലാണെങ്കിൽ കൂടിയും അവർക്ക് പുതുവത്സരാശംസകൾ മറ്റുള്ളവർക്ക് നേർന്നു. അതെല്ലാം തന്നെ അവർ വളരെ കോൺഷ്യസ് ആകുന്നു എന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട്
വളരെ പെട്ടെന്ന് മെച്ചപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ഈ വെന്റിലേറ്റർ മാറ്റിയുള്ള ചികിത്സ തുടർന്നു കൊണ്ടുപോകുക എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം എത്തി നിൽക്കുന്നത്. അത്തരം കാര്യങ്ങൾ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘമുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്ത ശേഷം ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതനുസരിച്ചായിരിക്കും വെന്റിലേറ്റർ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുക. ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്. റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിലെത്തും. ഉദ്യോഗസ്ഥതല യോഗം ഇന്ന് ചേരും. പുനരധിവാസത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. എൽസ്റ്റോൺ എസ്റ്റേറ്റ് മന്ത്രി കെ രാജൻ സന്ദർശിച്ചേക്കും. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. വയനാടിനെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യം നമുക്ക് തുടക്കം മുതലേ ഉണ്ട്. ഇന്നലെ മാസ്റ്റർ പ്ലാൻ അംഗീകാരമായതോടെ ഇനിയുള്ള നടപടികൾ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നതെല്ലാം തന്നെ ഈ ദുരന്തബാധിതരായ ആളുടെ വിഷമങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു അല്പം ആശ്വാസമാകുന്ന വാർത്തകൾ പങ്കുവെക്കാനാകുമെന്ന് പ്രതീക്ഷയാണുള്ളത്. കാരണം ദുരന്തബാധിതർ കാത്തിരിക്കുന്ന പുനരധിവാസം, അതിനുവേണ്ട നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണിപ്പോൾ തുടക്കമായിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നെടുമ്പാലയിലും എൽസ്റ്റണിലുമായിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പിനായിട്ടുള്ള സ്ഥലം കണ്ടുവച്ചിരിക്കുന്നത്. ഇതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ആ പ്രവർത്തികൾ ഇന്നും തുടരുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ 10 മണിയോടെയാകും മന്ത്രി കെ രാജൻ വയനാട്ടിലെത്തുക. രാവിലെ അദ്ദേഹം കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിയാലോചന നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് അദ്ദേഹം സന്ദർശിക്കാനുള്ള സാധ്യതയും ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുള്ള ഈ ഒരു വീട് നിർമ്മാണത്തിന് വാഗ്ദാനം നൽകിയവരുടെ യോഗം 50 വീടിലധികം നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ അത്തരത്തിൽ വാഗ്ദാനം നൽകിയിട്ടുള്ള ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും എല്ലാം യോഗം തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. 9 ടീമുകളാണ് അതിൽ ഈ മുഖ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുക എന്ന ഉദ്ദേശമാണ് സർക്കാരിൻ്റെ മുൻപിലുള്ളത്. ഈ ജനുവരി 25-നകം ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമായിട്ട് തയ്യാറാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എൻ്റെ പ്രാഥമികമായിട്ടുള്ള സർവേ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഏതെല്ലാം ആളുകൾ ഏതെല്ലാം മേഖലകളിലേക്ക് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് ശേഖരിക്കേണ്ടതുള്ളത്. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റുകൾ സംബന്ധിച്ച് രണ്ടിടങ്ങളിലും, ഒന്ന് കൽപ്പറ്റ നഗരസഭയിലും ഒന്ന് പഞ്ചായത്തിലുമാണുള്ളത്, മേപ്പാടി പഞ്ചായത്തിലുമാണുള്ളത്. അപ്പോൾ രണ്ടിടത്തും ഭൂമിയുടെ വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നതൊക്കെ ചില പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്നുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ കാത്തിരിക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് എത്ര വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നതാണ് അറിയേണ്ടത്. ഈ ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തുവാനും ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടൊരു ചർച്ച നടത്തുവാനും അത്തരത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കുവാനുമാണ് മന്ത്രി കെ രാജൻ്റെ ഈ സന്ദർശനം ഉള്ളത്. വൈകുന്നേരത്തോടെ അദ്ദേഹം മടങ്ങിപ്പോകുമെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. വയനാട് കാത്തിരിക്കുന്ന പുനരധിവാസത്തിന് നടപടികൾ ഇവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശ്വാസകരമായ നമുക്ക് പങ്കുവെക്കാനുള്ള വാർത്ത. ശരി, അനുമോദം. തൃശൂർ പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പോലീസ് തടഞ്ഞ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഈ മാസം 15-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിന്റെ പരാതിയിലാണ് നടപടി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് മരിച്ച ലിവിന്റെ സംസ്കാരം ഇന്ന്. വെസ്റ്റ് ഫോർട്ട് അന്നായ്മ പള്ളിയിൽ രാവിലെ 8 മണിക്കാണ് സംസ്കാരം. ജുവനൈൽ ഹോമിലുള്ള വിദ്യാർത്ഥികളെ ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. 14ഉം 16ഉം മാത്രം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. ഇരുവരുടെയും മാതാപിതാക്കൾ, പഠിപ്പിച്ച അധ്യാപകർ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടും. വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പരിശോധിക്കും. ലഹരി ഉപയോഗിക്കുന്നതിന് പുറമെ ഇത് വിൽപ്പന നടത്തിയാണോ കുട്ടികൾ പണം കണ്ടെത്തുന്നത് എന്ന സംശയവുമുണ്ട് പോലീസിന്. പ്രായപൂർത്തിയാകാത്ത 2 പേർക്കെതിരെയും കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 14-കാരൻ ലിവിനെ ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമായതെന്നാണ്
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. തൃശൂർ നഗരത്തിലെ കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയ പല പാർട്ടികളിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സാന്നിധ്യം കൂടിവരുന്നെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ലഭിച്ച സാഹചര്യത്തിൽ നഗരത്തിലടക്കം പരിശോധന കർശനമാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്താനും പോലീസ് തീരുമാനിച്ചു. ന്യൂസ് 18 തൃശൂർ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മഞ്ഞുമൂടിയ കശ്മീർ താഴ്വരയിൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് കാവൽ. അതിർത്തി സംരക്ഷിക്കുന്ന ഈ ജവാന്മാർക്ക് നൽകാം ബിഗ് സല്യൂട്ട്. ഈ ദൃശ്യങ്ങളോടെ ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പുതുവർഷ ദിനത്തിൽ സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് 11 വയസ്സുകാരി നേദ്യ എസ് രാജേഷ്. 18 കുട്ടികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂൾ ബസ്സാണ് മറിഞ്ഞത്. തിരുവനന്തപുരം പാറശാലയിൽ നിയന്ത്രണം തെറ്റിയ കാർ കുളത്തിൽ വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. ആയിര സ്വദേശി പ്രദീപാണ് മരിച്ചത്. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമങ്ങാട് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അരുവിക്കര സ്വദേശി ഷാലു അജി മരിച്ചു. ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പുതുവർഷ ആഘോഷത്തിനെത്തിയ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശി ഫൈസലാണ് മരിച്ചത്. വീണ്ടും വാർത്തയിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി CBI കോടതിയുടെ ശിക്ഷാവിധി നാളെ. കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പേരെയാണ് CBI കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷയാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. ശിക്ഷാവിധി വരുന്ന സാഹചര്യത്തിൽ പെരിയയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്ന പ്രതികൾക്ക്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം CBI കോടതി കണ്ടെത്തിയത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിയയും പ്രദേശങ്ങളിലും വലിയ തോതിൽ പോലീസ് സുരക്ഷ ഇന്നു മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ ഈ ജാഗ്രത. എന്തായാലും 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം മുൻ MLAയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ 6 പേർ CPM പ്രവർത്തകരാണെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിനമാണ് നാളെ. 11 മണിയോടുകൂടി കൊച്ചി CBI കോടതിയിൽ ഇതിന്റെ വിധിയുണ്ടാകും. കുടുംബവും അതോടൊപ്പം ഏറെ പ്രതീക്ഷയോടാണ് ഈ വിധിയെ കാണുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് പ്രതിഭാഗം അഭിഭാഷകൻ. അതായത് ഈ പെരിയ ഇരട്ട കൊലപാതകം നടന്ന സമയത്ത് കുടുംബത്തോടൊപ്പം ചേർന്ന് എന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന CK ശ്രീധരൻ പിന്നീട് പാർട്ടിയിൽ നിന്നും മാറുകയും CPMലേക്ക് പോവുകയും അത്തരത്തിൽ ഈ പ്രതികളുടെ അഭിഭാഷകനായി മാറുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വീടിനും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. എന്തായാലും വലിയ തോതിൽ നാളെ ഏറെ നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. പെരിയയിൽ വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടും. ഇത്തവണ കുടുംബം ഉൾപ്പെടെ ഈ സ്മൃതി മണ്ഡപത്തിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഈ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആ ദിനം ഈ അച്ഛന്മാർ, അതായത് ശരത്ലാലിന്റെയും കൃപേഷിന്റെ അച്ഛന്മാർ കൊച്ചിയിലായിരുന്നു, CBI കോടതിയിലായിരുന്നു. ഇത്തവണ അവരൊക്കെ ഈ സ്മൃതി മണ്ഡപത്തിൽ, കല്ലോട്ട് സ്മൃതി മണ്ഡപത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രവർത്തകർ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിനും വിവരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ കണ്ണൂർ ജില്ലയിൽ നിന്നുൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത്. നാളെ ഇതിലും കൂടുതൽ പോലീസ് സുരക്ഷ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്.
പോലീസ് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ വിധിയെ ഏറെ നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. നാളത്തെ ആ വിധി ഈ 10 പേരെ ഈ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. 14 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2019 ഫെബ്രുവരി 17 ഈ അരുംകൊല നടന്നത്. അശ്വതി. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. പെരിയ കേസിൽ ശിക്ഷാവിധി നാളെ വരാനിരിക്കെ കുടുംബത്തോടൊപ്പം തുടക്കം മുതൽ തന്നെ നിയമ പോരാട്ടങ്ങൾക്കും താങ്ങും തണലുമായി നിന്ന അഡ്വക്കേറ്റ് ബാബുരാജ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പെരിയ ഡിവിഷൻ അംഗം കൂടിയായ ബാബുരാജിനെതിരെ നിരവധി തവണയാണ് ആക്രമണമുണ്ടായത്. കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിൽ ഉടനീളം കുടുംബത്തിനൊപ്പം നിന്ന ബാബുരാജ് അഡ്വക്കേറ്റാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഒരുപക്ഷെ ഒരുപാട് വധഭീഷണിയൊക്കെ നേരിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ CBI കോടതിയിൽ ഈ വിധി പറയുന്ന ദിവസം കൊച്ചിയിലുണ്ടായിരുന്നു. അത്രത്തോളം കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ ഭീഷണികളെയും മറികടന്ന് ഈ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ വിധി എത്തുമ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തോട് തന്നെ അമിക്കാം. നമുക്ക് എത്രത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു ഈ ഒരു ഘട്ടം, 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം? ഈ 6 വർഷത്തെ നിയമ പോരാട്ടം കുടുംബത്തിനും ഈ നാടിനും അത് വലിയ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ, ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും നിസ്സഹായരായി നിന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ സംവിധാനം, അത് ആ പാർട്ടിയും സർക്കാരും പ്രതികളോടൊപ്പം അവർക്ക് ആവശ്യമായ പണം 1 കോടിയിൽ അധികം തുക ഖജനാവിൽ നിന്ന് ചെലവാക്കിക്കൊണ്ട് ആവശ്യത്തിന് ഏത് വക്കീലന്മാർ വേണോ, ഏത് സംവിധാനങ്ങൾ വേണോ, അത് ഒക്കെ ഒരുക്കി കൊടുക്കുന്നൊരു ഘട്ടത്തിൽ മറുഭാഗത്ത് സാധാരണ ഒരു കുഗ്രാമത്തിനകത്ത് ജനിച്ച ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കാർഷിക കുടുംബത്തിൽപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ അതിനകത്ത് ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞത് ഈ പ്രദേശത്തൊക്കെ ഒരു വലിയ ബാലികേറ മലയാണ്. കാരണം ഞങ്ങളൊക്കെ ഞാൻ അഡ്വക്കേറ്റ്സ് എന്ന രീതിയിൽ ഒരുപക്ഷെ കുറച്ചും കണ്ടു കാണും. പക്ഷേ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി നിയമ പോരാട്ടം എന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ ഒരു ഭാഗത്ത് പണക്കൊഴുപ്പും സർക്കാരും ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം ഇങ്ങനെ നിരങ്ങിയും അതേപോലെ ഫൈറ്റ് ചെയ്തും കിട്ടിയൊരു വിജയം എന്ന് പറഞ്ഞതിൻ്റെ മധുരം, അതിൻ്റെ ഒരു ഇത് വളരെ വലുതാണ്. അപ്പോൾ അതിൽ കുടുംബത്തിന് പിൻബലം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അതൊരിക്കലും ഒരു നാടിന് മറക്കാൻ കഴിയില്ല, കുടുംബത്തിന് മറക്കാൻ കഴിയില്ല, എന്നെ പോലുള്ള സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ഒരു പ്രാദേശിക നേതൃത്വം എന്ന രീതിയിൽ ഈ കുടുംബത്തിൻ്റെ 2 കുടുംബത്തിൻ്റെയും കൂടെ, ശരത്തിൻ്റെ അടുത്ത ബന്ധുവാണ് ഞാൻ, ഇളയപ്പനാണ്. കൃപേഷൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിൻ്റെ 4ാമത്തെ വീടാണ്. ഈ 2 കുട്ടികളും ഇതിൻ്റെ മുഴുവൻ ആൾക്കാരും ഈ കുടുംബത്തിൻ്റെ ഈ നാടിൻ്റെ ഭാഗമാണ്. ഞാൻ 2 പ്രാവശ്യം CPM-ൻ്റെ അരുംകൊലയ്ക്കിരയായവരാണ്. എൻ്റെ കഴുത്തിന് കത്തിവീശി കാതർമാങ്ങാട് സാർ ആദ്യം മത്സരിച്ച സമയത്ത് എൻ്റെ രാത്രിയിലെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ കഴുത്തിന് എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പോലെ ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു കുടീരത്തിനകത്ത് എൻ്റെ പേര് പോലും ഓർമ്മയില്ലാതെ കിടക്കേണ്ടതാണ്. 2005, 2000 കാലഘട്ടത്തിലാണ് എൻ്റെ വീട് പൂർണ്ണമായി അടിച്ചു തകർത്തതാണ്. ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ ഒരു MDA പോലുള്ള ലോകപ്രശസ്തനായ ഒരാളുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ എനിക്ക് എതിരെ വലിയ തോതിലുള്ള ചാനൽ അറ്റാക്കും സൈബർ അറ്റാക്കും എനിക്ക് വലിയ തോതിൽ വന്നതാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുക, ഒരു ജനപ്രതിനിധി MDA പോലുള്ളൊരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റാണ്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ബോർഡിൽ ഇരിക്കാൻ കഴിയില്ല, എനിക്ക് അവിടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ പാർട്ടിയോട് അനുമതി ചോദിച്ചതാണ്. ഞങ്ങളുടെ സാക്ഷികളെ ഇൻസ്പയർ ചെയ്യാൻ അവരുടെ വാശി ഒരുപക്ഷെ പീതാംബരനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ CK ശ്രീധരനോടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാക്ഷികളെ മോട്ടിവേറ്റ് ചെയ്യാൻ, സാക്ഷികളുടെ മനോവീര്യം കൂട്ടാൻ, സാക്ഷികളുടെ ആത്മധൈര്യം കൂട്ടാൻ, ഈ കേസോടുള്ള ആത്മാർത്ഥത കൂട്ടാൻ CK ശ്രീധരൻ വക്കീലിൻ്റെ പോക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കേസ് പറയുമ്പോൾ ബാബുരാജ് അഭിഭാഷകൻ, അദ്ദേഹത്തെ പറയാതെ ഇരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏതാനും ചാനലുകളിൽ ഉൾപ്പെടെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ തോതിൽ സൈബർ അറ്റാക്കും അത്തരത്തിലുള്ള വാർത്തകളും വന്നത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് CK ശ്രീധരൻ അതിൻ്റെ ശിഷ്യൻ കൂടെ അദ്ദേഹം അതിൽ കൃത്യമായ വ്യക്തത വരുത്തി വെച്ചിരിക്കുന്നു. പെരിയ കല്ലോട്ടിൽ നിന്നും KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. താനൂരിൽ നടക്കുന്ന CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുള്ള PB അംഗം A വിജയരാഘവന്റെ പ്രസംഗത്തിനെതിരെ നിശിത വിമർശനം പൊതുചർച്ചയിൽ ഉയർന്നു. തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനം ശരിയല്ലെന്ന ചർച്ചയിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിലാണ് മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് വിളിച്ചത്. പോലീസിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയുന്നില്ലെന്ന വിമർശനവും ഉയർന്നിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് പൊതുചർച്ചയിൽ? അശ്വതി, താനൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. പൊതു ചർച്ചയിലുള്ള
വിശദമായ ചർച്ചകൾ, അതായത് പ്രവർത്തന റിപ്പോർട്ടിലുള്ള പൊതു ചർച്ച വിശദമായിട്ട് തന്നെ നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്തർദേശീയ വിഷയങ്ങളായിരുന്നു കൂടുതൽ ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ ചർച്ചയിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിജയരാഘവൻ മാധ്യമങ്ങളെ നിശ്ചിതമായി അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു തവണയല്ല, പലതവണ അദ്ദേഹം അത്തരത്തിലുള്ള മോശമായ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിനെതിരെ ഈ പൊതു ചർച്ചയിൽ തന്നെ ഒരു അഭിപ്രായം ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകർ തൊഴിൽ ചെയ്യുന്നവരാണ്, അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചർച്ചയിൽ ഉയർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പോലീസിന്റെ കാര്യത്തിൽ പോലീസിന് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായവും ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. നേരത്തെ PV അൻവർ ഉന്നയിച്ച ഒരു വിഷയം, PV അൻവറിന്റെ വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പലപ്പോഴും ഈ ഒരു പൊതുചർച്ചയിൽ ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രിമാർ അവരുടെ മണ്ഡലങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്ന ഒരു പൊതു വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാണെങ്കിലും ഇന്നലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടിയിലേക്ക് യുവാക്കളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ സ്വയം വിമർശനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇന്ന് വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാനാകുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി ഈ ഒരു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അദ്ദേഹം രാവിലെ 9:30 താനൂരിലെത്തുമെന്നാണ് അറിയാനാകുന്നത്. പ്രവർത്തന റിപ്പോർട്ടിലുള്ള പൊതുചർച്ച ഇന്നുകൂടി തുടരും. നാളെയാണ് സമാപന ദിവസം. മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും EN മോഹൻദാസ് മാറുമോ, പുതിയ സെക്രട്ടറി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെയാകും ഒരു കൃത്യമായ ധാരണ കൈവരിക. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പുതുവർഷ ആഘോഷത്തിന്റെ മറവിൽ പീഡനം. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പീഡനം പുതുവർഷാഘോഷത്തിന് വിളിച്ചു വരുത്തിയ ശേഷം ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പോലീസ് നടപടി ഉണ്ടാകുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് പുതുവർഷ ആഘോഷത്തിനെന്ന പേരിൽ വിദ്യാർത്ഥിനിയെ ഫോർട്ട് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതിയിലായിട്ട് പറയുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും നടപടി എടുത്തിരിക്കുന്നതും. ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലെ അഷ്കറിനെയാണ്, 21 വയസ്സുള്ള അഷ്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നേരത്തെയും ഈ പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. അത് കാഞ്ഞാർ പോലീസാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഇയാൾ വിദ്യാർത്ഥിനിയെ ഫോർട്ട് കൊച്ചിയിലേക്ക് പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് പുതുവർഷത്തിലേക്ക് അവിടേക്ക് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി എന്നാണ് ഈ ലഭിച്ചിരിക്കുന്ന പരാതിയിലേക്ക് പറയുന്നത്. തിരിച്ച് എത്തുമ്പോൾ സംഭവം വിദ്യാർത്ഥിനിയുടെ വീട്ടുകാർ ഈ സംഭവം അറിയുകയും വിദ്യാർത്ഥിനി അവരോട് കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തതിന്റെ സാഹചര്യത്തിലാണ് പരാതി നൽകുന്നത്. തുടർന്നാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത്. ഇയാളെ നിലവിൽ പോലീസ് പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ണൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേതയുടെ സംസ്കാരം ഇന്ന് നടക്കും. നേത പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി. സ്കൂൾ ബസിന് യന്ത്രത്തകരാറില്ലെന്നാണ് MVDയുടെ പ്രാഥമിക റിപ്പോർട്ട്. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഡൽഹിയിൽ BJP തെരഞ്ഞെടുപ്പ് അജണ്ടകളിലേക്ക് കടന്നുകയറി ആം ആദ്മി പാർട്ടി. ഹിന്ദു സിഖ് പുരോഹിതന്മാർക്ക് 18,000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ക്ഷേത്രങ്ങൾ തകർക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുവെന്ന ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. ഹിന്ദു ആരാധനാലയങ്ങളെയും പുരോഹിതന്മാരെയും മുൻനിർത്തിയുള്ള BJP അജണ്ടയിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നുകയറുന്നത്. ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലെ ഹിന്ദു ബുദ്ധക്ഷേത്രങ്ങൾ തകർക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. ആരോപണം ഉന്നയിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയാണ്. വിവിധ ക്ഷേത്രങ്ങൾ പൊളിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയ യോഗത്തിന്റെ മിനിറ്റ്സുമായാണ് അതിഷി വാർത്താ സമ്മേളനം നടത്തിയത്. 22 नवंबर को
रिलीजियस कमेटी की एक मीटिंग हुई, उसके ये मिनट्स हैं। ये मिनट्स मैं इसलिए दिखा रही हूं क्योंकि कल जब मैंने एलजी साहब को चिट्ठी लिखी तो उनके ऑफिस ने कई मीडिया वालों को कहा कि ऐसा कोई भी निर्णय मंदिर तोड़ने का नहीं हुआ। ये सरासर झूठ है। 22 नवंबर को रिलीजियस कमेटी की मीटिंग हुई है और उसमें कई मंदिर तोड़ने का फैसला हुआ है। ഹിന്ദു സിഖ് പുരോഹിതന്മാർക്ക് 18,000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി സർക്കാർ BJPയെ ഞെട്ടിച്ചത്. ഇതിനു പിന്നാലെയാണ് RSS മേധാവിക്ക് കെജ്രിവാൾ കത്തെഴുതിയതും അതിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതും. വോട്ടർ പട്ടികയിൽ നിന്നും ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കിയ നടപടി അംഗീകരിക്കുന്നുണ്ടോ? വോട്ടർമാർക്ക് BJP നേരിട്ട് പണം കൊടുക്കുന്നത് ശരിയാണോ? അദ്വാനി അടക്കമുള്ള നേതാക്കളെ പോലെ മോദിക്കും വിരമിക്കൽ പ്രായം ബാധകമല്ലേ? തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു കെജ്രിവാൾ കത്തിൽ ഉന്നയിച്ചത്. സ്വന്തം അജണ്ടയിൽ കടന്നുകയറിയുള്ള കെജ്രിവാളിന്റെ നീക്കത്തിലെ അപകടം തിരിച്ചറിഞ്ഞ് ഭരണപരാജയ വിഷയങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാനാണ് BJP നീക്കം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ ഉപസമിതി KPCCക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറും. വിവാദ നിയമനങ്ങൾ നിലനിർത്തിക്കൊണ്ട് യോഗ്യതാ പട്ടികയിൽ നിന്ന് അവഗണിക്കപ്പെട്ട 2 പേർക്ക് കൂടി നിയമനം നൽകാനാണ് ശുപാർശയെന്നാണ് സൂചന. MK രാഘവൻ ചെയർമാനായ ഭരണസമിതിക്കെതിരെ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപണവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് KPCC ഉപസമിതിയെ നിയോഗിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന മാടായി സഹകരണ കോളേജിൽ CPM അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയതിനെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഭരണസമിതി ചെയർമാനായ MK രാഘവൻ MPക്കെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയതോടെ KPCC നേതൃത്വം ഇടപെട്ടു. ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ഉപസമിതി കണ്ണൂർ DCC ഭാരവാഹികളുമായും മാടായി കോളേജിലെ ഭരണസമിതിയുമായും പ്രതിഷേധമുയർത്തിയ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തി. തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത പരാമർശിക്കുന്ന റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറാൻ ഒരുങ്ങുന്നത്. യോഗ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന കരിവള്ളൂർ സ്വദേശി K വൈശാഖ്, കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവുമായി ബന്ധമുള്ള വനിതാ ഉദ്യോഗാർത്ഥി എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളതെന്നാണ് സൂചന. വിവാദമായ നിയമനങ്ങൾ പൂർണ്ണമായി മരവിപ്പിച്ചാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. അതേസമയം ഉപസമിതിയുടെ റിപ്പോർട്ട് KPCC അധ്യക്ഷന് കൈമാറും മുമ്പ് മാടായിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി ഉപസമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംഘം ഒരു തവണ കൂടി അനുരഞ്ജന ചർച്ച നടത്തുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരിമരുന്ന് വിദ്യാർത്ഥിയെ ഏജന്റാക്കി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ കായംകുളത്ത് ഒരാൾ പിടിയിൽ. ചേപ്പാട് മുട്ടം സ്വദേശി രഖിലാണ് പിടിയിലായത്. കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലായ വിദ്യാർത്ഥിയിൽ നിന്ന് ലഹരി മാഫിയയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായി എന്നാണ് സൂചന. 2 ദിവസം മുമ്പ് കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സംശയാസ്പദമായ രീതിയിൽ +1 വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ കായംകുളം പോലീസ് പിടികൂടുന്നത്. കൊല്ലത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് നൽകാനാണ് സ്റ്റാമ്പ് രൂപത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് താൻ ഏജന്റായി കൈവശം വെച്ചതെന്നായിരുന്നു കുട്ടി നൽകിയ മറുപടി. എന്നാൽ കൊല്ലത്തുള്ള വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരപരാധിയാണെന്ന് കണ്ടെത്തി. ആലപ്പുഴ SP മോഹനചന്ദ്രന്റെ സ്പെഷ്യൽ സ്ക്വാഡിലുള്ള സംഘം ലഹരി കൈവശം വെച്ച വിദ്യാർത്ഥിയെ വീണ്ടും ചോദ്യം ചെയ്തു. പിന്നീടാണ് ഏവൂരിൽ കോൺഗ്രസ് പ്രവർത്തകൻ സുനിലിനെ വധിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള രാഖിലാണ് ലഹരി നൽകിയതെന്ന വിവരം വിദ്യാർത്ഥി പുറത്തുവിടുന്നത്. രാഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ആദ്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് അറസ്റ്റ്. രാഖിലിനൊപ്പം കണ്ടല്ലൂർ സ്വദേശിയായ മറ്റൊരാൾ കൂടി ലഹരി കടത്തിൽ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. 30,000 രൂപ വിലമതിക്കുന്ന 20 സ്റ്റാമ്പുകളാണ് കണ്ടെത്തിയത്. 0.2 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള സ്റ്റാമ്പുകൾ കയ്യിൽ കരുതിയാൽ അത് വിൽപ്പന ആവശ്യത്തിനായി ഉപയോഗിക്കാനാണെന്നാണ് നിയമം. രാഖിലിന് ആലപ്പുഴയിലെ ലഹരി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. DYFI മുൻ ചേപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന ഇയാളെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് സംഘടന ഒഴിവാക്കിയിരുന്നു. കായംകുളം കൂടാതെ കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ 10ഓളം കേസുകൾ പ്രതിയാണ് രാഖിൽ. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. ന്യൂസ് 18, ആലപ്പുഴ. കോതമംഗലം മേഖലയിലെ തുടർച്ചയായ കാട്ടാനാക്രമണത്തിൽ ഭീതിയിലാണ് നാട്ടുകാർ. വന്യജീവി ശല്യം ഇല്ലാതാക്കാൻ വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന വാടാട്ടുപാറ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. തൊട്ടടുത്ത ടൗണായ
കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏകമാർഗമായ റോഡിന് ഇരുവശവും വനമാണ്. വാടാട്ടുപാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള 5 കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത്. ഞങ്ങൾക്കൊരു 20 വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഈ യാത്ര വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്കൊന്ന് കടന്നു. ഒരു ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകാൻ ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്. എപ്പോഴാണ് ഒരു രോഗാവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും രാത്രി കാലങ്ങളിൽ വണ്ടി വിളിച്ച് ഞങ്ങൾ പോകുന്നത് രോഗിയേക്കാൾ ഒന്ന് ഭയപ്പെട്ട ഞങ്ങൾ കടന്നു പോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്. കാറുള്ള യാത്രക്കാർ അല്ലെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു മ്ലാവ് നിന്നാൽ പോലും നമ്മൾ കാണില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ ആന നിന്നാൽ പോലും കാണില്ലാത്ത അത്രമാതിരി കാടാണ് പിടിച്ചു കിടക്കുന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷങ്ങളും നമ്മളത് ഫോറസ്റ്റുകാർ അത്യാവശ്യം തെളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യമായിട്ട് അവരത് തെളിക്കുന്നുമില്ല. അതെങ്ങനെയും അതൊന്ന് തെളിച്ചു തരുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. കാട്ടുപന്നികളും കുരങ്ങും അണ്ണാനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്. 5 കിലോമീറ്റർ വനത്തിലൂടെയാണ് ഇവിടെയുള്ള 5 വാർഡിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിലവിലെ കാട്ടാന ആക്രമണങ്ങളുടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വടാട്ടുപാറ മേഖലയിൽ തന്നെയാണ് ഇതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖല ഈ രാത്രി കാലങ്ങളിൽ ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെയായിട്ട് ഒരു ആശ്വാസം നിലവിൽ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരു സൗകര്യവും ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നില്ല. പന്നിയും മ്ലാവുമെല്ലാം റോഡിന് കുറുകെ ചാടി അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആറാട്ട് ടീമിനെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. റോഡിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന കാടും വളവുകളും വാഹനയാത്രക്കാരുടെ കാഴ്ച മറക്കുന്നത് മൂലം അപകട സാധ്യത കൂടുതലാണ്. നിലവിലെ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. 39 കിലോമീറ്റർ നീളുന്ന പാത മാർച്ചിനകം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 6 വരി പാതയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയായി. 39 കിലോമീറ്ററാണ് ഈ പാത. കാസർഗോഡ് നഗരത്തിന് മുകളിലൂടെയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലമാണിത്. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലവും. 1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന് 29 സ്നാപ്പാണുള്ളത്. അവസാന സ്നാപ്പിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടിയിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുണ്ട്. കുതിച്ചുയരുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. നിർമ്മാണ കരാറെടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. പാലം മാർച്ചിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് കൊടിയത്തൂരിൽ നടന്ന ഓലമെടയൽ മത്സരം വേറിട്ടതായി. പന്നിക്കോട് AUP സ്കൂളിലാണ് മത്സരം നടന്നത്. സ്കൂളിലെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓലമെടയൽ മത്സരം സംഘടിപ്പിച്ചത്. പണ്ട് ഓല ഉപയോഗിച്ച് വീടുകൾക്ക് മേൽക്കൂര നിർമ്മിച്ചിരുന്നു. ഇത് പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്തതിനാലാണ് വ്യത്യസ്തമായ മത്സരം നടത്തിയത്. മത്സരത്തിലുണ്ടാക്കിയ ഓലക്കെട്ട് ഉപയോഗിച്ച് വാർഷികത്തിനുള്ള കൗണ്ടറുകൾ നിർമ്മിക്കുമെന്ന് PTA ഭാരവാഹികൾ. പന്നിക്കോട് AUP സ്കൂളിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പരിപാടികൾ നടന്നു. ഇനി ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. പലർക്കും ഓലമെടയൽ അറിയില്ലെങ്കിലും കൗതുകത്തിന് പുറത്ത് മത്സരിച്ചവരുമുണ്ടായിരുന്നു. PTA അംഗം ഗോപിക 1ാം സ്ഥാനം നേടി. ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നത് 4ാം ക്ലാസ് ആയിരുന്നു. എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മുടയാനൊരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമെടയൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ് ഞാൻ. PTA അംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടെ 20ഓളം പേരാണ് ഓലമെടയൽ മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്.
ലാസ് വേഗാസിലെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ ട്രക്ക് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണത് പൊട്ടിത്തെറിച്ചത്. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പിന്നെ പുക ശ്വസിച്ച് 7 പേർക്ക് ശാരീരിക അസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു സ്ഫോടക വസ്തു എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇത്തരത്തിൽ വാഹനം എങ്ങനെ അവിടെ എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ടെസ്ല CEO ഈ വാഹനത്തിൻ്റെ യാത്രാമാർഗം ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഇത് വാഹനം നേരത്തെ എവിടുന്ന് വന്നു, 7:30 ഈ ലാസ് വെഗാസിൽ ഇതെങ്ങനെ എത്തി, അതിനു മുമ്പ് ഈ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് അത് യാത്ര ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ്. പക്ഷേ ഇത് വാഹനത്തിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടല്ല പൊട്ടിത്തെറിച്ചത് എന്ന് വാഹനത്തിൻ്റെ ടെസ്ല കമ്പനിയും അതുപോലെ എലോൺ മസ്കുമൊക്കെ വ്യക്തമാക്കുന്നു. അത് വാഹനത്തിന് അകത്തുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിന് കാരണമായത് എന്ന് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പടക്കങ്ങൾ ആണോ ഇതിനകത്ത് നിന്ന് പൊട്ടിത്തെറിച്ചെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ശരി മനു, ഈ US-ലെ ന്യൂ ഓർലിയൻസിൽ വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവമുണ്ടല്ലോ, അതിൽ മരണസംഖ്യ 15 ഉയർന്നു എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അത് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിലാണ് ഈ ട്രക്ക് ആൾക്കൂട്ടത്തിന് നേരെ ഇടിച്ച് കയറ്റിയത്. ആ സംഭവത്തിൽ 10 പേരുടെ മരണം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അപകടാവസ്ഥയിലായ 5 പേർ കൂടി മരണമടഞ്ഞിരിക്കുന്നതായി വിവരം വരുന്നു. 35 പേർ ആശുപത്രിയിൽ തുടരുകയാണ്. ഇത് പുതുവത്സര ആഘോഷം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ബോർബൺ സ്ട്രീറ്റിൽ ഇത്തരത്തിൽ ഒരു ട്രക്ക് ഇടിച്ചു കയറ്റിയത്. ഈ വാഹനത്തിൽ IS-ന്റെ പതാക കണ്ടെത്തിയതായി FBI അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന സംശയം അതോടുകൂടി ബലപ്പെട്ടു. ആ നിലയ്ക്കുള്ള അന്വേഷണം നടക്കുകയാണ്. 42-കാരനായ ഒരു ടെക്സസ് സ്വദേശിയാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇയാൾ മാത്രമാണ് ഇതിൽ ഏക ഉത്തരവാദി എന്ന് കരുതുന്നില്ല എന്നാണ് FBI പറയുന്നത്. സ്വാഭാവികമായും മറ്റ് ആളുകളുടെ പങ്കാളിത്തത്തെ അന്വേഷണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മനു ഭരത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്കിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. തിരുവനന്തപുരം കരമന സ്വദേശിയായ TP പ്രസാദിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ലിജി പ്രസാദാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, ബിലേറ്റഡ് വിഷസ് ആണെങ്കിലും നല്ല ദിവസങ്ങളാകട്ടെ ഇനിയുള്ളത്. തിരുവനന്തപുരം ആവണാങ്കുഴി സ്വദേശിയായ രാംജി ദേവിന്റെ പിറന്നാളായിരുന്നു ഇന്നലെയായിരുന്നു. എന്തായാലും സുഹൃത്തുക്കളായ ജിഷ്ണുവും ശ്രീലക്ഷ്മിയും ഈ സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാംജി ദേവിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പോൾ സർപ്രൈസ് ഒരു ദിവസം വൈകിയാണ് വരുന്നത്. അപ്പോൾ ഈ കൂട്ടുകാര് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അവരെ മുറുകെ പിടിച്ചോളൂ. നല്ലൊരു ബർത്ത്ഡേ ആയി മാറട്ടെ രാംജി ദേവ്. ഇനി ഇന്നിത് സംഭവിക്കും. സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിൽ രാവിലെ 10 കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരും. എൽസ്റ്റോൺ, നെടുമ്പാല എസ്റ്റേറ്റുകൾ മന്ത്രി K രാജൻ സന്ദർശിച്ചേക്കും. തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് വേല ഉത്സവത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. വേല ഉത്സവം നാളെയും 5-നും നടക്കുന്നതിനാലാണ് ഇത്. അപേക്ഷ ലഭിച്ചാലുടൻ തീരുമാനമെടുക്കണമെന്ന് ADM-ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ന് 148ാമത് മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷകൻ. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി. ചില പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്താൻ വൈകിയതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട റേഷൻ കടകൾക്ക് നാളെ അവധിയായിരിക്കും. PSC പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികകളുടെയും സിലബസ് 15-ന് പ്രസിദ്ധീകരിക്കും. സൈനിക സ്കൂൾ പ്രവേശനത്തിനുള്ള പരീക്ഷയ്ക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. 2025-26 പ്രവേശനത്തിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുക. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. ഇന്നു മുതൽ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ മുന്നതി സ്കോളർഷിപ്പുകൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനാവുക. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പാമ്പാടിയിൽ തുടക്കമാകും. കേരള കോൺഗ്രസ് മുന്നണി മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയുള്ള സമ്മേളനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും സജീവ ചർച്ചയാകും. 5-ാം തീയതി സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഇനി സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകളുമായി ഇത് കണ്ടോ.